ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്. നിങ്ങളുടെ 10 കൂട്ടുകാരിൽ ആക്ടിവിറ്റി ഇല്ലാത്ത 2 കൂട്ടുകാർക്കെങ്കിലും മിനിമം ഈ പ്രശ്നം ഉണ്ടാവും. ഏതൊരു ജോയിന്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ആക്ടിവിറ്റിയുള്ള ആളായിക്കോട്ടെ, ഇനി സ്പോർട്സ് അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകുന്ന ആൾ, എന്തോ ആക്ടിവിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ ജോയിന്റ്സ് നിങ്ങൾ ഡെയിലി മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജോയിന്റ്സ് സ്റ്റക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ ജോയിന്റ് നമ്മൾ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജോയിന്റിനകത്ത് വരുന്ന സൈനോവിയൽ ഫ്ലൂയിഡ് കുറയും. അത് കാരണം തന്നെ നിങ്ങൾക്ക് ജോയിന്റ് പെയിൻ വരും, ജോയിന്റ് സ്റ്റക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ജോയിന്റ് മൊബിലിറ്റി നിർബന്ധമായിട്ട് എല്ലാ ദിവസങ്ങളിലും ചെയ്യുക. അതിന്റെ ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാർട്ടിലേജിനെ സ്ട്രോങ് ആക്കാൻ പറ്റും, നിങ്ങളുടെ ജോയിന്റിന്റെ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടാൻ പറ്റും. ഇതില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോയിന്റ്സിനൊക്കെ പെയിൻ വരും, നിങ്ങളുടെ ജോയിന്റ് ഒക്കെ സ്റ്റക്ക് ആവും. നിങ്ങളുടെ കൂട്ടുകാരെ ജസ്റ്റ് നിങ്ങളൊന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് പരീക്ഷ നോക്ക്. ഇത് ഒരുമിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടാവും. ചില ക്ലയൻസിനൊക്കെ ഇങ്ങനെ പിടിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരും. അതേപോലെ തന്നെ ലെഗിൻ്റെതും അതേപോലെ അവർക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈവൻ ഞാൻ കണ്ടിട്ടുണ്ട് 30 വയസ്സിന് താഴെ വരെ പ്രായമുള്ള എൻ്റെ ക്ലയന്റ് ഉണ്ടായിരുന്നു, ആൾക്ക് ജസ്റ്റ് ഫ്ലോറിൽ ഇതേപോലെ ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. നിങ്ങൾ എത്ര പേർക്ക് ഇത് പറ്റുമെന്ന് നോക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിന്റ് മൊബിലിറ്റി എക്സസൈസ് ചെയ്യുക, ജോയിന്റിലെ ഫ്ലൂയിഡ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജോയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും ഭാവിയിൽ വേദനയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ചെയ്യുക. ദിസ് ഈസ് എ താങ്ക് യു ജഗാസ്.